ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिंधु दीनबंधु जगतपते गोपेश गोपिका कांद राधा कांद नमोस्तुते ताप्त कांचन गौरांगी राधे वृंदावनेश्वरी शबानुसुते देवी प्रणमामि हरिप्रिये वाञ्छ कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. നമ്മളിന്ന് വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 9, 27ാമത്തെ ശ്ലോകം. 27ാമത്തെ ശ്ലോകം എടുത്തില്ലല്ലോ? പ്രഭുജി ഒന്ന് താഴെ വന്ന് നോക്കാവോ, മാർക്ക് ചെയ്തിട്ടുണ്ടോ? എനിക്കൊരു 27 ആണോ 28 ഇല്ല, ആണോ? മാർക്ക് ചെയ്യാൻ ഇവിടെ നിൽക്കുന്നില്ല. മുമ്പ് ഒരു എന്തോ ഇല്ല പ്രശ്നം. പ്രഭു, അപ്പൊ 27 തന്നെയാ. അതെ, അതല്ലേ? ഓക്കെ, എഴുതിയിട്ടുണ്ട്. ശരി. റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. ആ യത് കരോസി യദസ്നാസി യജ്ജുഹോസി ദദാസി യത് തപസ്യസ്യ കൗന്തേയ തത്കുരുഷ്വ മദർപ്പണം. യത് കരോസി യദസ്നാസി യജ്ജുഹോസി ദദാസി യത് തപസ്യസ്യ കൗന്തേയ തത്കുരുഷ്വ മദർപ്പണം. എല്ലാവരും റിസൈറ്റ് ചെയ്തോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. യത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത്തപസ്യസ്യ കൗന്തേയ തത്കുരുഷ്വ മദർപ്പണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യാസി കൗന്തേയ തത്കുരുഷ്വ മത് അർപ്പണം. സിമി മാതാജി. ഹരേ കൃഷ്ണ. യത് കരോസി യദസ്നാസി യജ്ജുഹോസി ദദാസി യത് തപസ്യാസി കൗന്തേയ തത്കുരുഷ്വ മദർപ്പണം. അർച്ചന മാതാജി. ഹരേ കൃഷ്ണ. യത് കരോസി യത് അശ്നാസി യജ്ജുഹോസി ദദാസി യത് തപസ്യാസി കൗന്തേയ തത്കുരുഷ്വ മദർപ്പണം. ഉത്തമ ഭക്തി മാതാജി ചെല്ലാൻ പറ്റുമോ? हरे कृष्ण प्रभु जी. यत् करोषि यत् अस्नासि यज्जुहोति दशासयत् तपस्यासि कौन्तेय तत्कुरुष्व मद अर्पणम्. Very good. Translation: whatever you do, whatever you eat, whatever you offer or give away, and whatever austerities you perform, do that, O son of Kunti, as an offering to me. So, ഭഗവാൻ അർജുനോട് പറയുന്നത്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, ഏതൊരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോഴും ഭഗവാന് അത് സമർപ്പണം ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡു ദാറ്റ് ഓ സൺ ഓഫ് കുന്തി ആസ് എൻ ഓഫറിംഗ് ടു മീ. അതായത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യണം, പ്രീതിപൂർവകം ചെയ്യണം. നമ്മളുടെ ഇന്ദ്രിയതൃപ്തിക്ക് ആവരുത്. ഇപ്പൊ ഒരാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അവരുടെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ ചെയ്യുക. നമ്മളുടെ ആഗ്രഹം അനുസരിച്ചിട്ടായിരിക്കരുത്. ഇപ്പൊ നമ്മൾ ഒരാളെ വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരുക്കേണ്ടത്, നമ്മളുടെ ഇഷ്ടപ്രകാരമല്ല. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ആഗ്രഹത്തിനനുസരിച്ചിട്ട്, ഇച്ഛയ്ക്കനുസരിച്ചിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അത് ഭഗവാനെ
അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് സമർപ്പണം ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ ഇഷ്ടമല്ലാത്ത കാര്യം നമുക്ക് സമർപ്പണം ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് തന്നെ ചെയ്യുന്നുള്ളൂ, ഏത് ആക്ടിവിറ്റിയും, അപ്പോൾ ഏതൊരു ആക്ടിവിറ്റിയും നമുക്ക് ഭഗവാന് സമർപ്പിക്കാം. പക്ഷെ അത് ഫേവറബിൾ ആയിരിക്കണം. അൺഫേവറബിൾ ആയിട്ടുള്ള, ഭഗവാന് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ നമുക്ക് സമർപ്പണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ എന്താണോ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് അത് മാത്രമേ ചെയ്യാൻ പാടുന്ന അർത്ഥം. അപ്പൊ അതെല്ലാം ഭഗവാന് സമർപ്പണം. അതാണല്ലോ അർജുനനോട് യുദ്ധം ചെയ്യുമ്പോൾ ഭഗവാനെ ഓർമ്മിച്ചിട്ട് സ്മരിച്ചിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ആ യുദ്ധം അനിവാര്യമാണ്. യുദ്ധം ആർക്കും എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റെങ്കിൽ ഒഴിക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത യുദ്ധമാണെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റും. പക്ഷെ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കണം. ആർക്കും യുദ്ധം വേണ്ട, എല്ലാവർക്കും ശാന്തിയും സമാധാനമുണ്ട്. പക്ഷെ ഇവിടെ ആ യുദ്ധം അനിവാര്യമാണ്. ഭഗവാന്റെ ആഗ്രഹം ആ യുദ്ധം നടക്കണം തന്നെയാണ്. അപ്പോൾ ആ യുദ്ധം അർജുനോട് ചെയ്യാൻ പറ്റും. എങ്ങനെ? മാം അനുസ്മര യുദ്ധച്ച, എനിക്ക് സമർപ്പണം ചെയ്തിട്ട്, അതായത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഭഗവാനെ സമർപ്പണം ചെയ്യും. അപ്പൊ ഏതൊരു ആക്ടിവിറ്റി ആയാലും ശരി അത് ഭഗവാന് സമർപ്പണം ചെയ്ത് ചെയ്യാം. വാട്ട് എവർ യു ഈറ്റ്, എന്താണോ നമ്മൾ കഴിക്കുന്നത്, നമുക്ക് നമ്മളുടെ ശരീരം നോക്കണം അല്ലേ, നമ്മളുടെ ആരോഗ്യം നോക്കണം. കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കഴിച്ചേ പറ്റും. പക്ഷെ ആ കഴിക്കുന്ന എന്തായിരിക്കണം, അത് എന്താണോ ഫേവറബിൾ ആയിട്ടുള്ളത്, നമ്മുടെ ആരോഗ്യത്തിന് എന്താണോ ആവശ്യം, ഭഗവാന്റെ പ്രീതിക്ക് എന്താണ് ആവശ്യം, അതും സമർപ്പണം ചെയ്തിട്ട് ചെയ്യണം. അപ്പൊ ഭഗവാന് സമർപ്പണം ചെയ്യുമെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഭക്ഷണമായിരിക്കണം നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്. അതായത് സത്വഗുണത്തിലായിട്ടുള്ള ആ ഭക്ഷണമായിരിക്കും നമ്മൾ കഴിക്കേണ്ടത്. അതാണ് നമുക്ക് ഭഗവാന് സമർപ്പണം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് എന്താണോ അത് ഭഗവാന് സമർപ്പണം ചെയ്യുക. അപ്പൊ നമ്മൾ കഴിക്കേണ്ട സാധനം എന്താണോ അതും നമുക്ക് മനസ്സിലാവും, സത്വഗുണത്തിലായിരിക്കണം. വാട്ട് എവർ യു ഓഫർ ഓർ ഗീവ് അവേ, ചാരിറ്റി, ദാനം. ദാനം പലതരത്തിലുണ്ട്. ദാനം സത്വഗുണത്തിന്റെ ദാനമായിരിക്കണം ഏറ്റവും നല്ലത്. ആ സത്വഗുണത്തിന്റെ ദാനം എന്ന് പറഞ്ഞാൽ ഡിവോഷണൽ ആക്ടിവിറ്റീസും ഭഗവാന്റെ കാര്യങ്ങൾക്കുള്ള ദാനം. അതാണ് ഏറ്റവും മുൻനിരയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ദാനം. അപ്പൊ അത് ചെയ്യാൻ, അത് ഭഗവാന് സമർപ്പണം ചെയ്യാം. വാട്ട് എവർ ഓസ്റ്ററിറ്റീസ് യു പെർഫോം, നമ്മൾ ഒരുപാട് തപസ് ചെയ്യും ഒക്കെ, അതും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ആയിരിക്കണം. അല്ലാണ്ട് നമ്മളുടെ ഇന്ദ്രിയതൃപ്തിയായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ പല ആൾക്കാരും ഓസ്റ്ററിറ്റീസ് തപസ് ചെയ്യുന്ന അവനവന്റെ ഇന്ദ്രിയഭോഗത്തിനായിരിക്കും, അവനവന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നത് അത് ഭഗവാന് സമർപ്പണം ചെയ്യണം. അപ്പൊ ഭഗവാന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് നമ്മുടെ ഒരു ഓസ്റ്ററിറ്റീസും ചെയ്യാൻ പാടില്ല. പൊളിറ്റിക്കൽ റീസൺസ് ഓസ്റ്ററിറ്റി ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മളുടെ പേഴ്സണൽ റീസൺസിന് വേണ്ടിയിട്ട് ഓസ്റ്ററിറ്റി ചെയ്തിട്ട് കാര്യമില്ല. ഭഗവാൻ അതിൽ തൃപ്തിപ്പെടുത്തുന്നില്ല. അപ്പോൾ എന്തൊരു ഓസ്റ്ററിറ്റീസ് തപസ് ചെയ്യുമ്പോഴും അത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യണം. ഡു ദാറ്റ് ഓ സൺ ഓഫ് കുന്തി ആസ് എൻ ഓഫറിംഗ് ടു മീ. അതെല്ലാം ഭഗവാന്റെ സമർപ്പണത്തിനോടുകൂടി സമർപ്പണത്തിന് വേണ്ടിയിട്ട് ഭഗവാന് ഫേവറബിൾ ആകുന്ന രീതിയിൽ, പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇതിലൊന്നും വിട്ടിട്ടില്ല. വാട്ട് എവർ യു ഡു, എല്ലാ ആക്ടിവിറ്റീസിനും അതിൽ പെട്ടു. എന്താ കഴിക്കുന്നത്, അപ്പം കഴിക്കുന്നു പെട്ടു, പിന്നെ ചാരിറ്റി പെട്ടു, പിന്നെ തപസ്, എല്ലാം. ചുരുക്കത്തിൽ നമ്മളുടെ ജീവിതം മുഴുവന് ഭഗവാന്റെ സമർപ്പണം. കാരണം ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ. ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള നമ്മൾ ആ ഹോളിനെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അസ്തിത്വമില്ല. ഉണ്ടോ? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് നമുക്കില്ല. അപ്പൊ ആ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ആണ് നമ്മളിപ്പോ വിചാരിക്കുന്നത് നമ്മളെല്ലാം ഇൻഡിപെൻഡന്റ് ആണെന്ന്. അതുകൊണ്ടാണ് പ്രശ്നം. നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ല, ഭഗവാൻ മാത്രമേ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഭഗവാനെയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഡയറക്റ്റ്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലിയോ അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയോ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കുന്ന ആൾക്കാരും കണ്ണടച്ച് ജീവിക്കുകയാണ്. മനസ്സിലാക്കുന്ന ആൾക്കാരും അത് മനസ്സിലായില്ല എന്ന് നടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാം ഭഗവാന് സമർപ്പണം ചെയ്ത് ജീവിച്ചാൽ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ പരം ലക്ഷ്യത്തിൽ എത്താൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. So thus it is the duty of everyone to mold his life in such a way that he will not forget Krishna in any circumstance. അത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സ്മർത്തവ്യം സതതം വിഷ്ണുർ വിസ്മർത്തവ്യം ന ജാതുജിത് സർവേ വിധി നിഷേധാസ്യൂർ ഏതയോർ എവ കിങ്കര. Okay, always remember Krishna, never forget Krishna.
അതായിരിക്കണം ഈ രണ്ട് പ്രിൻസിപ്പിൾ, ഈ രണ്ട് ആദർശങ്ങളെ ബേസ് ചെയ്താണ് വേദങ്ങളിലെ ബാക്കി എല്ലാ ഇൻസ്ട്രക്ഷൻസും. ഇത് രണ്ടും നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ ബാക്കി എന്ത് പാലിച്ചിട്ടും കാര്യമില്ല. അതിന്റെ ആധാരം, അതിന്റെ ബേസ്, അതിന്റെ ഫൗണ്ടേഷൻ, എല്ലാ ആദർശങ്ങളുടെയും എല്ലാ നിർദ്ദേശങ്ങളുടെയും ഫൗണ്ടൻ ഹെഡായിട്ടാണ് ഈ രണ്ട് പ്രിൻസിപ്പിൾസ് നിൽക്കുന്നത്. സ്മർത്തവ്യം സതതം വിഷ്ണുർ, വിസ്മർത്തവ്യം ന ജാതുജിത്. ഒരിക്കലും മറക്കാൻ പാടില്ല. ആൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ. സർവേ വിധി നിഷേധാസുരി, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷനും ഈ രണ്ട് ആദർശങ്ങളുടെ കിങ്കരന്മാരാണെന്ന്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ആദർശങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ് ബാക്കി വേദങ്ങളിൽ വരുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻ ചുരുക്കം. അപ്പോൾ എവറി വൺ ഹാസ് ടു വർക്ക് ഫോർ മെയിൻ്റനൻസ് ഓഫ് ഹിസ് ബോഡി ആൻഡ് സോൾ ടുഗദർ, ആൻഡ് കൃഷ്ണ റെക്കമെൻഡ്സ് ഹിയറിൻ ദാറ്റ് വൺ ഷുഡ് വർക്ക് ഫോർ ഹിം. അപ്പോൾ നമ്മളുടെ ദേഹത്തിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചേ പറ്റൂ. നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കണം, വർക്ക് ചെയ്യണം. അതെല്ലാം ഭഗവാന് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് പറയുന്നത്. എവറി വൺ ഹാസ് ടു ഈറ്റ് സംതിങ് ടു ലീവ്, therefore you should accept the remnants of foodstuff offered to Krishna. അതുകൊണ്ട് ഭഗവാന് സമർപ്പണം ചെയ്ത് അതിന്റെ ഉച്ഛിഷ്ടം നമ്മൾ കഴിച്ചാൽ അത് കർമ്മ ഫ്രീ ഫുഡായി, കർമ്മ ഫ്രീ ഫുഡായി. അതാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? എന്താണ് ആ ശ്ലോകം? പാപം മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര. അല്ല അല്ല അല്ല. യജ്ഞശിഷ്ടാശിനാ സന്തു. യജ്ഞശിഷ്ടാശിനാ സന്തു മുച്ചന്തേ സർവകിൽ വിഷയ് ഭൂഞ്ചതേ തുകം പാപം ഏ പചന്തി ആത്മകാരണാത്. ഓക്കെ, നമ്മള് വെറും പാപമാണ് കഴിക്കുന്നത്. യജ്ഞത്തില് അർപ്പിച്ചിട്ടുള്ള അതിന്റെ റെമനൻസ് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വെറും പാപം മാത്രമാണ് കഴിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നു. അല്ലേ? അതാണ് ഇപ്പൊ ഭഗവാന് അത് അർപ്പിച്ച് അതിന്റെ ഉച്ഛിഷ്ടം നമ്മൾ കഴിക്കുക. ശ്രീമദ് ഭാഗവതർ പറയുന്നുണ്ട്, നമ്മൾക്ക് ശക്തി തരുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഭക്ത പാദധൂലി, ഭക്ത പാദജല, ഭക്ത ഭുക്ത അവശേഷ, തീന മഹാബൽ. ഇതാണ് മഹാബല്, നമ്മുടെ 3 അപ്പൊ നമുക്ക് സ്പിരിച്വലി സ്ട്രെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 3 നമ്മൾ ഓണർ ചെയ്യുക. ഭക്ത പാദധൂലി, ഭക്തന്മാരുടെ പാദധൂലി ശിരസിലും ശിരസ ധാരയാമ്യഹം എന്ന് പറയുന്നില്ലേ, ശിരസിലെടുക്കുക. ഭക്തപാദജല, ഭക്തന്മാരുടെ പാദങ്ങൾ കഴുകിയിട്ടുള്ള ജലം, അത് നമ്മൾ സേവിക്കുക, സ്പ്രിങ്കിൾ ചെയ്യുക. ഓക്കെ. ഭക്ത ഭുക്ത അവശേഷ, ഭക്തന്മാരുടെ ആ പ്രസാദത്തിന്റെ അവശേഷം, അതായത് മഹാപ്രസാദം. ഭഗവാൻ കഴിച്ചത് മഹാപ്രസാദം. ഭഗവാന്റെ ഭക്തന്മാരത് കഴിച്ചാൽ അതിന്റെ റെമനൻസ് മഹാപ്രസാദം. അല്ലേ? ഇവിടെ ജഗന്നാഥ്പുരിയില് ജഗന്നാഥിന് ഓഫർ ചെയ്ത ശേഷം ആർക്കാണ് കൊടുക്കുന്നത്? വിമലാദേവിക്ക്. വിമലാദേവി കഴിച്ചിട്ടുള്ളത് മഹാപ്രസാദം. അതായത് ഭഗവാന്റെ ഭക്ത. അതായത് വിമലാദേവി പാർവതി ദേവിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭഗവാന്റെ പ്രസാദം എത്തിക്കണമെന്നുണ്ട്. അങ്ങനെയാണ് ഭഗവാൻ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. എല്ലാവർക്കും, അതായത് പാർവതി മാതാ മുഖേന എല്ലാവർക്കും മഹാപ്രസാദം കിട്ടും. അവിടെ പോയാൽ എല്ലാവർക്കും മഹാപ്രസാദം കിട്ടും. ഇവിടെ ഭഗവാൻ അതാണ് പറയുന്നത്, ആ ഭഗവാന്റെ ആ റെമനൻസ്, ഫുഡ് സ്റ്റഫ്, അതിന്റെ റെമനൻസ് കഴിക്കാൻ വേണ്ടി. Any civilized man has to perform some religious ritualistic ceremonies. Therefore, Krishna recommends do it for me. ധർമ്മം പാലിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു റിച്വൽസ് ചെയ്യാതിരിക്കില്ല. അതും എന്താ ചെയ്യണം? ഭഗവാൻ പറയുന്നത് ഡു ഇറ്റ് ഫോർ മീ, എന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യൂ. ആൻഡ് ദിസ് ഈസ് കോൾഡ് അർച്ചന. ദിസ് കോൾഡ് അർച്ചന. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അർച്ചന മാതാജിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവ ഈ ശ്ലോകം എടുത്തിട്ടുണ്ട് അല്ലേ അർച്ചന മാതാജി? ആ പേര് പറഞ്ഞായിരുന്നു സുജിത് പ്രഭു. അപ്പൊ പറയുകയും ചെയ്തു അർച്ചന മാതാജിയുടെ പേരിന് ഇത്ര ഇത്. Okay, anyway, no problem. We are repeating the same thing. We'll just go through it.
Okay, the good details പോകുന്നില്ല. So everyone has a tendency to give something in charity. Krishna says, give it to me. Okay. Charity in the mode of goodness is to give for devotional activities. And this means that all surplus money accumulated should be utilized in furthering the Krishna consciousness movement. Nowadays, people are very much inclined to the meditational process, which is not practical in this age. But if anyone practices meditating on Krishna 24 hours a day by chanting the Hare Krishna mantra round his beads, is surely to the greatest meditator and the greatest yogi, as substantiated by the 6th chapter of Bhagavad Gita. Yoginam api sarvesham madgadenandaratmanah. അല്ലേ? ആ ശ്ലോകാണ് 6th chapter ലാസ്റ്റ്. അപ്പോ നമ്മള് ഏറ്റവും വലിയ യോഗി, എപ്പോഴും ഭഗവാനെ ധ്യാനിക്കുന്ന ആ ഒരു ഭക്തനായിരിക്കും ഏറ്റവും മഹായോഗി. ടെക്സ്റ്റ് 28. ശുഭാശുഭാ ഫലേർ ഏവം മോക്ഷ്യസേ കർമ്മ ബന്ധനേ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. ശുഭാശുഭാ ഫലേർ ഏവം മോക്ഷ്യസേ കർമ്മ ബന്ധനേ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. എല്ലാവരും റിസൈറ്റ് ചെയ്തു. Hare Krishna Prabhu Dhanapram. Shubha Faler Evam Mokshashe Karma Bandhane Sannyasa Yoga Yuktatma Vimukto Mam Upashyasi. Hare Krishna Prabhuji. Shubha Faler Evam Mokshase Karma Bandhanai Sannyasa Yoga Yuktatma Vimukto Mam Upaishyasi. Hare Om. Hare Krishna Prabhu. Hare Krishna. Shubha falairyevam mokshasya karma bandhanai sannyasa yoga yuktatma vimukto mam upaisyasi. Hare Krishna. Hare Krishna. Shubha falerevam mokshasye karma bandhanan sannyasa yoga yuktatma vimukta mam upasyasi. Uttama Bhakti Mataji. പ്രഭുജി വണ്ടി ഓടിക്കാണ്. Okay, no problem. Okay. Hare Krishna Prabhuji, driving la. No problem. Okay, it's okay. Okay, translation. In this way, you will be freed from bondage to work and its auspicious and inauspicious. With your mind fixed on me, in this principle of renunciation, you will be liberated and come to me. അപ്പോൾ നമ്മുടെ എല്ലാ പുണ്യ പാപകർമ്മങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടാനുള്ള ഒരു മാർഗമാണ് എന്റെ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. യത് കരോസ്യ ദസ്നാസ്യ ജുഹസ്യ ദദാസിയത് തപസ്യ കൗന്ദയ തത്പുരുഷം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മള് എല്ലാ പുണ്യകർമ്മങ്ങളിൽ നിന്നും എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും നമ്മൾ മുക്തരായി നമ്മളുടെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് നമ്മള് വൈരാഗിയായി മുക്തി കിട്ടി ഭഗവാന്റെ ധാമിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് you will be freed from bondage to work and its auspicious and inauspicious result. രണ്ടും പുണ്യകർമ്മങ്ങളിൽ നിന്നും പാപകർമ്മങ്ങളിൽ നിന്നും ഉണ്ട്. എല്ലാവരും നമ്മൾ സാധാരണ പറയാം, നമ്മള് കണ്ടോ പുണ്യകർമ്മങ്ങൾ ചെയ്യണം, സത്കർമ്മങ്ങൾ ചെയ്യണം. പിന്നെ എന്താണ് ഇവിടെ പുണ്യകർമ്മങ്ങളിൽ നിന്നും നമുക്ക് മുക്തി കിട്ടുമെന്ന് പറയാൻ കാരണം എന്താണ്? Freed from auspicious in an auspicious result. Auspiciousന്റെ റിസൾട്ട് auspicious ആയിരിക്കല്ലോ, അപ്പോ നല്ലതല്ലേ? So why Krishna is telling Arjuna that you should be free from both? സിമി മാതാജി മ്യൂട്ടാണ്. Rebirth എടുക്കും പ്രഭുജി. Okay. To enjoy the auspicious thing. Enjoy your positive things. അപ്പൊ അവിടെ നമ്മൾ വീണ്ടും അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ആ പുണ്യകർമ്മത്തിന്റെ റിസൾട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ചു വരും. വീണ്ടും തിരിച്ചു വന്ന് നമ്മൾ വീണ്ടും പുണ്യകർമ്മം ചെയ്യോ പാപകർമ്മം ചെയ്യോ നമുക്കറിയില്ല അല്ലേ? അപ്പൊ പുണ്യകർമ്മം അത് നമ്മളെ ചില സമയത്ത് പാപകർമ്മം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. കാരണം എന്താണ്? നമ്മളുടെ ഈ ഭൗതിക ലോകത്തില് നമ്മൾ ഏറ്റവും
വഴി തെറ്റിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? ആ ഒരു ഓപ്പുലൻസ് എന്താണ്? വെൽത്ത്, പണം. പണമുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിച്ചെടുക്കാം. പണം ഉണ്ടെങ്കിൽ ജന്മ ഐശ്വര്യ ശ്രുത ശ്രീബീർ, നല്ല പാരന്റേജ്, നല്ലൊരു കുലത്തിൽ ജനിക്കുക. ഐശ്വര്യ വെൽത്ത്, ശ്രുത നോളേജ്, ശ്രീ സൗന്ദര്യം. ഈ നാലും ഉണ്ടെങ്കിൽ നമ്മൾ വഴി പഴയ്ക്കാൻ ചാൻസ് ഉണ്ട്, ഇല്ലേ? നമുക്ക് നല്ല പാരന്റേജ് ഉണ്ട്, നല്ല വെൽത്ത് ഉണ്ട്, നോളജ് ഉണ്ട്, സൗന്ദര്യമുണ്ട്, ബ്യൂട്ടിഫുൾ, ഹാൻസം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ ഇത് അതിന്റെ മെയിൻ റീസൺ എന്താണ്? വെൽത്താണ്. വെൽത്ത് ഉണ്ടെങ്കിൽ മറ്റേതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും. നമ്മളെ എല്ലാം അട്രാക്ട് ചെയ്യും. വെൽത്താണ് അതിന്റെ മെയിൻ കാരണം. അപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീ ഫോളോ ചെയ്യും, സ്ത്രീ ആണെങ്കിൽ പുരുഷൻ ഫോളോ ചെയ്യും. അതേപോലെ നോളേജ്, ഈ പണം കൊടുത്തിട്ട് എത്ര ജ്ഞാനമായ നോളജുള്ള ആൾക്കാർ നമുക്ക് വിലക്ക് കൊടുക്കാൻ വരും. നമ്മളുടെ അഡ്വൈസർ ആയിട്ട് വരും, നമ്മളുടെ സെർവൻസ് ആയിട്ട് വരും, പൈസക്ക് എടുക്കാം. നമുക്ക് എനിക്ക് നോളജ് ഉണ്ടാവില്ല, എൻ്റെ കയ്യിൽ പണമുണ്ട്, പക്ഷെ എനിക്ക് എത്ര വലിയ പല കമ്പനി എൻ്റെ സെർവൻ്റായിട്ട് നമുക്ക് നിയമിക്കാൻ പറ്റും, അല്ലേ? അപ്പൊ ഏതൊരു അഡ്വൈസറാണ്? അങ്ങനെയാണല്ലോ എല്ലാവരും ഇവിടെ രക്ഷപ്പെടുന്നത്. അല്ലാണ്ട് ആ പദവിക്ക് അർഹത ഉണ്ടായിട്ടല്ല. അവരെ അഡ്വൈസ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. പണത്തിന്റെ മീതാണ്. പണമില്ലെങ്കിൽ ഇല്ല. അപ്പൊ ഇത് നമ്മളെ എന്താണ്? ചീത്ത കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുന്തി മഹാറാണി പറയുന്ന ഈ ജന്മൈശ്വര്യ ശ്രുത ശ്രീവീർ ഏതമാന, അതായത് മതപ്പുമാൻ, അത് അഭിവൃദ്ധിക്ക് വീണ്ടും വീണ്ടും കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹം. അങ്ങനെ വരുമ്പോ എന്തായി? അപ്പൊ നമ്മൾ ബൈ ഹുക്ക് ഓഫ് ക്രൂക്ക് നമ്മൾ അത് നേടിയെടുക്കാനുള്ള ഒരു ഇതിലും അപ്പൊ നമ്മൾ പാപകർമ്മങ്ങളുടെ ചെയ്യും. അങ്ങനെ നമ്മൾ വീണ്ടും പുണ്യകർമ്മത്തിന് പാപകർമ്മത്തിലേക്കും പാപകർമ്മത്തിലേക്കും പുണ്യം, അങ്ങനെ അതെല്ലാം ചെയ്ത് പുനരഭി ജനനം പുനരഭി മരണം. ഈ സൈക്കിളിന് യാതൊരു അവസാനം ഉണ്ടാവില്ല, എൻഡ് ഉണ്ടാവില്ല. അൺലിമിറ്റഡ് ജേണി ആയിരിക്കും. മനുഷ്യജന്മം, മൃഗങ്ങളുടെ, പക്ഷികളുടെ, വൃക്ഷങ്ങളുടെ, മത്സ്യം, അങ്ങനെ പറഞ്ഞില്ലേ? അങ്ങനെ ഓരോ സ്പെഷീസിലും നമ്മൾ വന്നും പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈവൻ പുണ്യകർമ്മം ഇൻഡയറക്ട്ലി നമ്മളെ എവിടെ ചെന്നെത്തിക്കും? പാപകർമ്മത്തിൽ എത്തിക്കും. കാരണം ഇതെല്ലാം നമുക്ക് അഹങ്കാരം കൂട്ടുന്നു. ഞാൻ നല്ലൊരു കുലത്തിൽ ജനിച്ചു, അപ്പൊ ഞാൻ സംതിങ് ആണ്, ഞാൻ എന്തോ ആണ്, ഞാൻ മറ്റുള്ളവരെക്കാളും ഉയർന്നതാണ്, ഒരു അഹംഭാവം ഉണ്ടാവും, അല്ലെ? മുമ്പത്തെ ആൾക്കാർക്ക് ബ്രാഹ്മൺസ് അങ്ങനത്തെ ഒരു അഹംഭാവം ഉണ്ടായിരുന്നു. ഞാൻ ബ്രാഹ്മണ കുടുംബത്തിലാണ്, തൊട്ടുകൂടാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, എനിക്ക് മാത്രമേ അധികാരമുള്ളൂ, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അതായത് നല്ലതും ചീത്തയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെയും ഇപ്പൊ എന്താണ്? അവര് എന്തും ചെയ്യും, എന്തും കഴിക്കും. പേരിൽ മാത്രം ബ്രാഹ്മണ കുടുംബത്തിൽ മാത്രം, അല്ലെ? വളരെ കുറച്ച് ആൾക്കാരെ, നല്ല ആൾക്കാർ കാണുള്ളൂ. അതായത് ബ്രഹ്മജ്ഞാനിയായിട്ടും ബ്രാഹ്മണത്വം ഫോളോ ചെയ്യുന്ന ആൾക്കാര് വളരെ കുറച്ച് ആൾക്കാരെ കാണും. നശിച്ചു അല്ല, വർണ്ണാശ്രമം മുഴുവൻ നശിച്ചു. ശരിക്കുള്ള വർണ്ണമില്ല, ശരിക്കുള്ള ആശ്രമമില്ല. അപ്പൊ ഇവിടെ ഈ ഇത് പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഭഗവാൻ അർജുനോട് പറയുന്ന പുണ്യ പാപകർമ്മങ്ങളും നമുക്ക് മുക്തനാവും. ഭഗവാനിലെ മനസ്സുറപ്പിച്ച് വൈരാഗിയായിട്ട് നമുക്ക് മുക്തി കിട്ടി ഭഗവാന്റെ ധാമത്തിൽ പോയിട്ട് ഭഗവാന്റെ സേവനം ചെയ്ത് ജീവിക്കാനുള്ള അവസരം നമുക്ക് കിട്ടും. അപ്പൊ ലിബറേഷൻ ഈസ് നോട്ട് അൾട്ടിമേറ്റ്. യു വിൽ ബി ലിബറേറ്റഡ് ആൻഡ് കം ടു മീ. അപ്പൊ ലിബറേഷന് ശേഷമാണ് ശരിക്കുള്ള പ്യുവർ ഡിവോഷണൽ സർവീസ് തുടങ്ങുന്നത്. ലിബറേഷൻ ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ഇറ്റ്. ലിബറേഷൻ ഈസ് ദ ബിഗിനിങ് ഫോർ എ ഡിവോട്ടി. Liberation is a beginning for a devotee to do pure devotional service. ഇപ്പൊ ഈവൻ ദ മോഡ് ഓഫ് ഗുഡ്നസ് നമ്മൾ സത്വഗുണത്തിന് ചെയ്യുന്ന ആ ഡിവോഷണൽ സർവീസ് പ്യൂർ അല്ല. ഇറ്റ് ഈസ് നോട്ട് പ്യൂർ. ഇറ്റ് ഈസ് ഡിവോഷണൽ സർവീസ്, നോ ഡൗട്ട്. ബട്ട് പ്യൂർ ഡിവോഷണൽ സർവീസ് സ്റ്റാർട്ട്സ് ഫ്രം ദ ടൈം യു ഗെറ്റ് ലിബറേറ്റഡ് ഫ്രം ദിസ് മെറ്റീരിയൽ വേൾഡ്. അതായത് ശുദ്ധ സാത്വിക് സ്റ്റേജിലാണ് പ്യൂർ ഡിവോഷണൽ സർവീസ് തുടങ്ങുന്നത്. For one who acts in Krishna consciousness under superior direction is called Yukta. Yukta പറഞ്ഞാൽ യുക്ത വൈരാഗ്യം, അത് കേട്ടിട്ടില്ലേ? The technical term
is Yukta Vairagya. This is further explained by Rupa Goswami as follows. Anasaktasya Vishayan Yatarham Upayunjata Nirbandha Krishna Sambandhe Yuktam Vairagya Muchade. Bhakti Rasamrita Sindhuram. Rupa Goswami says that as long as we are in this material world, we have to act. We cannot cease acting. നമുക്ക് ജോലി ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ദേഹം അനങ്ങിയിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കും, മനസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. So we cannot cease acting. Therefore, if actions are performed and the fruits are given to Krishna, then that is called Yukta Vairagya. അപ്പോൾ എന്താണ് യുക്ത വൈരാഗ്യ? ഡിറ്റാച്ച്മെന്റ് മീൻസ് നമ്മളുടെ ആക്ഷൻ്റെ, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും ഫലം ഭഗവാന് കൊടുക്കുന്നതാണ് യുക്ത വൈരാഗ്യം. നമ്മൾ ആസ്വദിക്കുന്നതല്ല. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ചെയ്താൽ അയ്യോ നമുക്ക് ഒന്നും കിട്ടില്ലേ, ഭഗവാൻ നമുക്ക് വേണ്ടുന്നതെല്ലാം തരും. പക്ഷെ ഭഗവാന് വേണ്ടി പ്രയത്നിക്കാനാണ് പറയുന്നത്. നമുക്ക് എന്താണ് ആവശ്യം അത് ഭഗവാൻ എടുക്കില്ല, ഭഗവാൻ തരും. Then that's called Yukta Vairagya. Actually situated in renunciation, such activities clear the mirror of the mind. എന്താണ് മിറർ ഓഫ് ദ മൈൻഡിൽ? എന്താണ്? ഡസ്റ്റ് ആണ്, ഡസ്റ്റ് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനെ തുടച്ചു മാറ്റണം. And as the actor gradually makes progress in spiritual realization, he becomes completely surrendered to the personality of Supreme Personality of Godhead. Therefore, at the end, he becomes liberated. And this liberation is also specified. By this liberation, he does not become one with the Brahmajyoti. അവിടെ അവസാനിക്കുന്നില്ല. ഇംപേഴ്സണലിസ്റ്റ് ഫിലോസഫി അനുസരിച്ചിട്ട് ദാറ്റ്സ് എൻഡ് ഓഫ് ഇറ്റ്. അവിടെ ബ്രഹ്മജ്യോതിയിൽ അവർ ലയിക്കും. ബട്ട് റേദർ എൻഡേഴ്സ് വിത്ത് ദ പ്ലാനറ്റ് ഓഫ് സുപ്രീം ലോർഡ്. ഭക്തന്മാരെ ദേ ഗോ ടു ദ എബോർഡ് ഓഫ് ദ സുപ്രീം ലോർഡ്, ഭഗവാന്റെ ധാമിലേക്ക് പോകുന്നു. ഇറ്റ്സ് ക്ലിയർലി മെൻഷൻ ഹിയർ, മാം ഉപൈസ്യസി, he comes to me, എന്നെ കിട്ടുന്നു. ബാക്ക് ഹോം, ബാക്ക് ടു ഗോഡ്, തിരിച്ച് ഭഗവദ്ധാമിലേക്ക്. There are 5 different stages of liberation, and here it is specified that the devotee who has always lived his lifetime here under the direction of the Supreme Lord, as stated, has evolved to the point where he can, after quitting his body, go back to Godhead and engage directly in the association of the Supreme Lord. ഭഗവാനെ ഉപാസിക്കുന്ന എല്ലാ ഭക്തന്മാരും ഭഗവത് ധാമിൽ പോയിട്ട് ഭഗവാന്റെ സേവനം അനുഷ്ഠിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് ഭഗവാന്റെ ആ ജ്യോതിയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ആ ഫിലോസഫി ഇൻകംപ്ലീറ്റ് ആണ്. അവരെ ഇംപേഴ്സണലിസ്റ്റ് എന്നാണ് പറയുന്നത്. എനിവൺ ഹു ഹാസ് നോ ഇൻട്രസ്റ്റ് ബട്ട് ടു ഡെഡിക്കേറ്റ് ഹിസ് ലൈഫ് ടു ദ സർവീസ് ഓഫ് ദ ലോർഡ് ഈസ് ആക്ച്വലി എ സന്യാസി. അപ്പൊ സന്യാസി ആ ഒരു ആശ്രമത്തിൽ ഇരിക്കണമെങ്കിൽ സന്യാസ ആശ്രമം സ്വീകരിക്കും. പക്ഷെ സന്യാസി എന്നുള്ള സ്റ്റാറ്റസ് കിട്ടാൻ എന്താണ് വേണ്ടത്? ഹു ഹാസ് നോ ഇൻട്രസ്റ്റ് ബട്ട് ടു ഡെഡിക്കേറ്റ് ഹിസ് ലൈഫ് ടു ദ സർവീസ് ഓഫ് ദ ലോർഡ്. നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ഭഗവാന് സമർപ്പണം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സന്യാസി എന്ന് വിളിക്കാം. ആ ഒരു ചടങ്ങ് നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ ശരി. ഈസ് എ റിനൻസിയന്റ്. Such a person always thinks of himself as an eternal servant dependent on the supreme will of the Lord. As such, whatever he does it for the benefit of the Lord. Whatever action he performs it as service to the Lord. It does not give serious attention to the fruitive activities or prescribed duties mentioned in the Vedas. For ordinary persons, it is obligatory to execute prescribed duties mentioned in the Vedas. But although pure devotee who is completely engaged in the service of the Lord may sometimes appear to go against the prescribed Vedic duties, actually it is not. So സാധാരണ ആൾക്കാര് അവര് വേദങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ആ കർത്തവ്യങ്ങൾ നിറവേറ്റും. പക്ഷേ ഭഗവാന്റെ ശുദ്ധഭക്തന്മാര് ചിലപ്പോ വേദങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കുന്നു എന്ന് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. കാരണം അവർക്ക് ആക്ച്വലി ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ ബാധകമില്ല. ബട്ട് സ്റ്റിൽ ദേ ഫോളോ റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇപ്പൊ രാഗാനുഗ ഭക്ത, വൈദ്യ സാധന ഭക്ത, രാഗാനുഗ ഭക്ത, സ്പോണ്ടേനിയസ് നമ്മളെല്ലാം വൈദ്യ സാധന ഭക്തി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരം.
രാഗാനുഗ ഭക്തന്മാരായിട്ടില്ല. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ ഒരു ഭക്തി മാർഗത്തിൽ നമ്മൾ എത്തിയിട്ടില്ല. We have to evolve ourselves to that stage slowly and gradually. രാഗാത്മിക ഭക്ത, രാഗാനുഗ ഭക്ത എന്താണ് വ്യത്യാസം? പ്രഭുജി, രാഗാനുഗ എന്ന് പറയുന്നത് ഫോളോവേഴ്സ് ആണ്, അങ്ങനെയല്ലേ? എന്തോ അല്ല സ്പോണ്ടേനിയസ് ആയിട്ട് ഫോളോ അതെ. ചെയ്യും. പക്ഷെ രാഗാത്മിക പറഞ്ഞ ഓൾറെഡി ഇപ്പൊ രൂപഗോസ്വാമി അവരെയൊക്കെ രാഗാനുഗ ഭക്താസ് എന്ന് പറഞ്ഞാൽ അവരെ ആക്ട് ചെയ്യണത്. അവർ ഓൾറെഡി രാഗാത്മിക ഭക്താസാ. അങ്ങനെ എന്തെങ്കിലും ആണോ പ്രഭുജി? അതെന്താണ് വ്യത്യാസം? യെസ്, ഓക്കെ. എന്താണ് വ്യത്യാസം? രാഗാത്മിക ഭക്ത എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭു ഒന്ന് ആക്ട് ചെയ്യുന്നതും ഒന്ന് നാച്ചുറൽ ആണോ പ്രഭു? അല്ലല്ല, ആക്ടിങ് നേച്ചർ അങ്ങനൊന്നുമില്ല. ആക്ടിങ് ഒന്നല്ല. രാഗാത്മിക ഭക്തന്മാർ they are all elevated, they are all liberated souls. സിദ്ധ ഭക്തന്മാരാണ്. ഓക്കെ, അവര് നിത്യസേവകന്മാരാണ്, നിത്യസിദ്ധാസാണ്, നിത്യമുക്താസാണ്. അങ്ങനത്തെ ഭക്തന്മാരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് രാഗാനുഗ ഭക്താസ്. അപ്പൊ ഒരു റോൾ മോഡല്, ഇപ്പൊ വൃന്ദാവനത്തിലെ ഒരു രാഗാത്മിക ഭക്തനെ അല്ലെങ്കിൽ ഭക്തയെ ഫോളോ ചെയ്യുന്ന, അവരുടെ കാൽപാദം പിന്തുടർന്ന് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാര് രാഗാനുഗ ഭക്തർ. സ്പോണ്ടേനിയസ് ഡിവോഷൻ സർവീസ്, അവര് റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതായത് വൈദി സാധന ഭക്തിയിൽ നിന്നും ഉയർന്നിട്ട് ആ സ്പോണ്ടേനിയസ് ഡിവോഷൻ സർവീസ്. അപ്പൊ അവരോട് ഇപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളോട് പറയണം രാവിലെ എഴുന്നേറ്റ് 16 മാല ചെല്ലണം, ഓഫീസിൽ പോകണം. നമുക്ക് റെഗുലേഷൻ ഇല്ലെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും ആൾക്കാരുണ്ട്, നമ്മളെല്ലാവരും ഇവിടെയും 2-3 ആൾക്കാരുണ്ട്, നമ്മുടെ കോളിലും 5-6 പേരുണ്ട്. എല്ലാവരും റെഗുലേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ചാൻറ്റ് ചെയ്യും 16 മാല? ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ള എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? കാരണം നമ്മൾ ആ റെഗുലേഷൻ വഴങ്ങിയിട്ട് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തത് കൊണ്ടാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ചെയ്യില്ല. നമുക്കത് റെഗുലേഷൻ വേണം. കുട്ടികളോട് പറയണം നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോളൂ പറഞ്ഞ അവരെന്താ ചെയ്യാ? അവർ റെഗുലേഷനോടുകൂടി ജീവിക്കില്ല. ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യും. ഇപ്പൊ ഇന്നത്തെ ചെയ്യാൻ പാടില്ല, ഇന്നത്തെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ റെഗുലേഷൻസ് ആയി. ഓക്കെ, ഞാൻ പൈസ തരുന്നു 100 രൂപ. ഓക്കെ, അത് എന്തിനു ഉപയോഗിക്കണം? അത് എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല. അല്ല, ഞാൻ പൈസ തരുന്നു എന്ത് വേണമെങ്കിൽ ചെയ്തോ പറഞ്ഞാൽ മക്കളെന്ത് ചിലപ്പോൾ അതിനെ കൊണ്ട് സിഗരറ്റ് വലിക്കാം, മദ്യം കഴിക്കാം, വേറെ എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ ഞാൻ പൈസ തരുന്നു ഇതിന്റെ കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടൂ, അവിടെ റെഗുലേഷൻ കൊടുക്കുന്നു. അതേപോലെ നമുക്ക് ഇപ്പൊ പറഞ്ഞു തരണം ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ അത് ചെയ്ത് പ്രാക്ടീസ് ആയിട്ട് നമുക്ക് പറയാതെ തന്നെ ഒരു സമയം വരും, ഒരു സ്റ്റേജ് വരും, നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യത്. നമ്മളെ ആരും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല, ആരും റെഗുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, നമ്മൾ ചെയ്യാൻ പാടുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് അത് രാഗാനുഗ ഭക്തിയായിട്ട് വരുന്നത്. സ്പോണ്ടേനിയസ്, നമ്മളൊന്നും ഒരാളും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, ഒരാളും നമ്മളെ ഗൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്ത് നമ്മൾ ആ തലത്തിലെത്തി. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ രാഗാനുഗ ഭക്തി ആരുടെ ഒരു പാദത്തിലാണ് നമ്മൾ പിന്തുടരുന്നത്? അങ്ങനെ നമ്മളൊരു റോൾ മോഡൽ, ഗോപികമാരുടെ, ഗോപന്മാരുടെ, നന്ദമഹാരാജാവിന്റെ, യശോദമാരുടെ, അങ്ങനെ എന്തെങ്കിലും ഒരുപാട് ഉണ്ട് ആൾക്കാരുണ്ട്. അവര് മോഡലാക്കിയിട്ട് നമ്മൾ അവരെ പിന്തുടരുന്നു, ആചാര്യന്മാരുടെ ഒക്കെ. അപ്പൊ അതാണ് രാഗാത്മിക ഭക്തന്മാരെന്ന് പറഞ്ഞാൽ അവര് ഓൾറെഡി സെൽഫ് റിയലൈസർ ആണ്, അവര് നിത്യമുക്താസാണ്. അപ്പൊ അവരുടെ പാത പിന്തുടരുന്ന ആൾക്കാരാണ് രാഗാനുഗ ഭക്തന്മാർ. പക്ഷെ അവരും വൈദി സാധന ഭക്തി ചെയ്ത് ആ തലത്തിലേക്ക് ഉയർന്ന ആൾക്കാരെന്ന് മനസ്സിലാക്കണം. നമ്മളെ പോലുള്ള ആൾക്കാരല്ല.
A pure devotee who is completely engaged in the service of the Lord may sometime appear to go. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് sometime appear to go the prescribed Vedic duties. For example, ഗോപികമാര് സാധാരണ നമ്മളുടെ ഒരു വ്യൂ പോയിന്റില് ഒരു സാധാരണ വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാടില് they are breaking the social ethics, social norms. Are they? No. They are going against the Vedic ethics, Vedic norms. അത് നമുക്കറിയാം, ഭക്തന്മാർക്കറിയാം, ആചാര്യന്മാർക്കറിയാം. കാരണം നമ്മളുടെ ഒരു തലത്തിൽ നിന്ന് അവരെ കാണുന്നത്. അവരെ ഭഗവാന്റെ രാഗാത്മിക ഭക്തന്മാരാണ്, ഭക്തകളാണ്. അപ്പൊ അവർക്ക് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ബാധകമല്ല, നമുക്ക് ബാധകമാണ്. അപ്പൊ അവരുടെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും നമ്മൾ താരതമ്യപ്പെടുത്താൻ പാടില്ല. അതാണ് ഇവിടെ പ്രഭാത പർപ്പോട്ടിൽ പറയുന്ന സംടൈംസ് അപ്പിയർ ടു ഗോ എഗെയിൻസ്റ്റ് ദ പ്രിസ്ക്രൈബ് വേദിക് ഡ്യൂട്ടീസ്. തന്റെ ഭർത്താക്കന്മാരെയും തന്റെ അച്ഛനമ്മമാരെയും മക്കളെയും ഒക്കെ വിട്ടിട്ട് ഡെഡ് ഓഫ് ദ നൈറ്റില് ഗോപികമാരും ഭഗവാനെ കാണാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് റിലീജിയസ് ഡ്യൂട്ടിയാണ്. നമ്മളിവിടെ മണ്ടെയിൻ ഒരു വ്യൂ പോയിന്റിൽ അത് കാണുന്നത്. അതായത് ദേ ആർ ഗോയിങ്, തന്റെ സ്വന്തം കല്യാണം കഴിച്ച ഭർത്താക്കന്മാരെ, തന്റെ സ്വന്തം കുട്ടികളെ വിട്ടിട്ട് പരപുരുഷനെ കാണാൻ പോകുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് നമ്മളെല്ലാം സാധാരണ ആൾക്കാർ കാണും. അത് ശരിയാണോ? സാധാരണക്കാരുടെ കണ്ണില് ശരിയല്ല, പക്ഷെ അത് ശരിയാണ്. ബിക്കോസ് ഇറ്റ്സ് ഹയസ്റ്റ്. They are going to meet the supreme absolute truth, not any ordinary ജീവ. അവർ ആ തലത്തില് അവർക്ക് കാണുന്നത്, അവർക്ക് ആ ഒരു തലത്തിലേക്ക് ഉയർന്ന ആൾക്കാരാണ്. അവരൊരു ബോഡ്ലി കൺസെപ്ഷനിലേ അല്ല ജീവിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഇങ്ങനെ തെറ്റിദ്ധരിക്കുക. അതാണ് ഇവിടെ പറയുന്നത് സംടൈംസ് അപ്പിയർ ടു ഗോ എഗൈൻസ്റ്റ്. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നും, എഗൈൻസ്റ്റ് പ്രിസ്ക്രൈബ് വേദിക് ഡ്യൂട്ടീസ്. Actually, it is not so. So it is said, therefore, by Vaishnava authorities that even the most intelligent person cannot understand the plans and activities of pure devotee. അപ്പൊ ഇങ്ങനത്തെ ഈ ഗുഹ്യമായിട്ടുള്ള കാര്യങ്ങള് മോസ്റ്റ് ഇന്റലിജന്റ് ആയിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരും കൂടിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മോസ്റ്റ് ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ വിചാരിക്കും ഭഗവാൻ ചെയ്ത് ശരിയല്ല എന്ന് പറയും. കാരണം അവർക്ക് അതിന്റെ ആ ട്രാൻസെൻഡന്റൽ പൊസിഷൻ മനസ്സിലാവുന്നില്ല. ഇതൊരു ട്രാൻസെൻഡന്റൽ ആക്ടിവിറ്റിയാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. സോ ദ എക്സാക്ട് വേർഡ്സ് ആർ താണ്ഡ്ര വാക്യ ക്രിയ മുദ്ര വിജ്ഞേഹ ന ഭുജായ ചേതൻ ചരിതാമൃത. എ പേഴ്സൺ ഹു ഇസ് ദസ് ഓൾവേസ് എൻഗേജ്ഡ് ഇൻ ദ സർവീസ് ഓഫ് ദ ലോർഡ് or is always thinking and planning how to serve the Lord is to be considered completely liberated at present, and in the future he is going back to God. It is guaranteed. 24 മണിക്കൂറും ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ ഏർപ്പെട്ട് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ഭക്തൻ എന്താണ് ഇവിടെ പറയുന്നത്? കംപ്ലീറ്റ്ലി ലിബറേറ്റഡ്, നിത്യമുക്തോ, പൂർണ്ണശുദ്ധോ. അങ്ങനെ അത് മാത്രമല്ല ഈ ലൈഫ് ടൈം തന്നെ അവർ തിരിച്ച് ഭഗവത് ധാമിൽ പോവും. ഈസ് ഗ്യാരണ്ടീഡ്. ഈസ് അബവ് ഓൾ മെറ്റീരിയലിസ്റ്റിക് ക്രിറ്റിസിസം ജസ്റ്റ് ആസ് കൃഷ്ണ ഈസ് അബവ് ഓൾ ക്രിറ്റിസിസം. അപ്പൊ ഒരു ശുദ്ധ ഭക്തൻ ഭഗവാനെ പോലെ തന്നെ അബവ് ക്രിറ്റിസിസം, വിമർശനത്തിന് അതീതമാണ്. സാധാരണ ആൾക്കാർ, വിവരമില്ലാത്ത ആൾക്കാർ വിമർശിക്കും. ഈവൻ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരും വിമർശിക്കും. ഡിവോട്ടി അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരെ വിമർശിക്കും. പക്ഷെ ഭഗവാൻ അറിയാം, ഭഗവാന്റെ ഭക്തന്മാർക്കും അറിയാം അവരെന്താണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്താൽ നമുക്ക് പുണ്യകർമ്മത്തിൽ നിന്നും പാപകർമ്മത്തിൽ നിന്നും മുക്തനാവാൻ പറ്റും. രണ്ടിൽ നിന്ന് മുക്തനായ മാത്രമേ നമുക്ക് ഭഗവത്ധാമിലേക്ക് പോകാൻ പറ്റൂ. അപ്പൊ അതാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്ന നിർദ്ദേശം. എല്ലാം ഭഗവാന് സമർപ്പണം ചെയ്താൽ സമർപ്പണം ചെയ്ത് ജീവിച്ചാൽ
പിന്നെ ഒരു ജനനം ഈ ഭൗതിക ലോകത്തില് നമുക്ക് എടുക്കേണ്ടി വരില്ല. വീണ്ടും അമ്മയുടെ ഉദരത്തിൽ നമ്മൾ പ്രവേശിക്കില്ല. യദ്ഗത്വാൻ അനുവർത്തന്തേ തദ്ധാമ പരമമ. ഒരു പ്രാവശ്യം എന്റെ ധാമയിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ട ആവശ്യം വരില്ല എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. സോ ടെക്സ്റ്റ് 29 അടുത്ത ക്ലാസ്സില് വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, ताई गो प्रेमानंदे।